ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വസ്തുതകൾ നേടണമെങ്കിൽ കഠിന അധ്വാനം വേണം. ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ പ്രായം അതിന് അനുകൂലമായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ കലാശാലക സുപരിചിതയും പ്രായവും അനുകൂലമായാൽ തന്നെ വളരെ വിഷമമേറിയതാണ് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുക എന്ന്. എന്നാൽ ആത്മജ്ഞാനത്തിന് ഇത്തരത്തിലുള്ള യാതൊരു യോഗ്യതയുടെയും ആവശ്യമില്ല. അത് ലഭിക്കാൻ, ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കാൻ കഠിന പരിശ്രമമാണ് വേണ്ടതെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കാൻ വിശ്രമമാണ് ആവശ്യം. മനസ്സ് പരിപൂർണ വിശ്രാന്തിയിലേക്ക് എത്തുമ്പോൾ പരമമായ സുഖവും തൻ്റെ സ്വന്തം സ്വരൂപത്തെയും തിരിച്ചറിയാൻ കഴിയും. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ അസ്വസ്ഥമാകുന്ന മനസ്സ് പ്രശ്നനിർഭരമായിരിക്കും. അതിൽ നിന്നും സ്വസ്ഥമാകണമെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇടപെടാതിരിക്കണം. അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ മനസ്സ് വിഷയങ്ങളെ വിട്ട് സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകും. അതാണ് ആത്മലാഭം എന്ന് പറയുന്നത്. എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം, ഇത്ര സുലഭമായെന്ത് വേറെ. സത്യമാണ് ആത്മാവു സാധാരണക്കാർക്കും, സത്യമായി താനിതോ വർത്തിക്കുന്നു. ഒരു കവി പാടിയതാണിത്. എത്ര പരമമായ സത്യമാണ് ഇതിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. എന്താണ്? എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം. എന്താണ് ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത്? സാക്ഷാൽ ആയതെന്താണോ അതായി തീരുന്നതാണ് സാക്ഷാത്കാരം. സാക്ഷാൽ വസ്തു അല്ല ഇപ്പോൾ നമ്മൾ. നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തെ മറന്ന് നാം ഇപ്പോൾ ദേഹോഹബുദ്ധിക്ക് അടിമയായി ദേഹത്തിൻ്റെ ചുമട്ടുകാരായി മാറിയിരിക്കുകയാണ്. ഈ ബുദ്ധിയിൽ നിന്നും ആത്മോഹബുദ്ധിയിലേക്ക് നാം ഉയരണം. അതിന് ആത്മാവാണ് സത്യമായിട്ടുള്ളത്, അതാണ് സുലഭമായിട്ടുള്ളത്, അതാണ് തനിക്ക് സ്വായത്തമായിട്ടുള്ളത്, തനിക്ക് അന്തർലീനമായിട്ടുള്ളത്. സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും. ഈ ആത്മാവ് പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും മഹാരാജാവിൻ്റെയും ആട്ടിടയൻ്റെയും സ്വന്തമാണ്. പണിക്കാരനും പാവപ്പെട്ടവർക്കും അത് സ്വന്തമാണ്. എല്ലാവർക്കും സ്വന്തമാണ്. അങ്ങനെ സ്വന്തമായിരിക്കുന്നതിനെ അറിയുക എന്നത് എത്ര എളുപ്പമാണ്. പക്ഷേ അതറിയാനല്ല നമുക്ക് വെമ്പൽ. ആ അറിയാനുള്ള ഒരു ത്വര നമുക്കുണ്ടായാൽ ഇത് ഏറ്റവും ലഘുവായും ഏറ്റവും എളുപ്പമായും അനുഭവമാകും. അതുകൊണ്ടാണ് എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം, ഇത്ര സുലഭമായെന്തു വേറെ. ഇത്രയും സുലഭമായിട്ട് എന്താണ് വേറെ? ഒരല്പം അരി നമുക്ക് വേണമെങ്കിൽ, ചോറ് വയ്ക്കാനുള്ള അരി വേണമെങ്കിൽ ഇന്നാണെങ്കിലോ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരണം. പണ്ടാണെങ്കിലോ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കണം. വയലിൽ ഉഴുതണം, അതിനുശേഷം വിത്ത് വിതയ്ക്കണം, പിന്നീട് അതിന് വളമിട്ട് കൊടുക്കണം. അത് വളർന്ന് മൂപ്പെത്തുമ്പോൾ അത് കൊയ്തെടുത്ത് മെതിച്ച് ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി ചോറ് വെച്ചാൽ മാത്രമേ ഉണ്ണാൻ കഴിയൂ. അപ്പം എത്ര പണിയുണ്ട്? ഒന്ന് ഉണ്ണാൻ എത്ര പണിയാണുള്ളത്? എന്നാൽ ആത്മസാക്ഷാത്കാരത്തിന് ഇതൊന്നും വേണ്ട. ശരീരത്തെ സംരക്ഷിക്കാനുള്ള പണി അതിനനിവാര്യമാണ്. ശരീരം വേണം ഇതറിയണമെങ്കിൽ. നമ്മുടെ മനസ്സിനെ ഈശ്വരോന്മുഖമായി തിരിക്കുക മാത്രമേ വേണ്ടൂ. അതിവിടെയുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും സ്വിറ്റ്സർലൻഡിലുള്ളവർക്കും റഷ്യയിലുള്ളവർക്കും ഒക്കെ സുലഭമായുള്ള വസ്തുവാണ്.
ഈ ലോകത്തിൽ എവിടെയും സുലഭമായുള്ള ഏക വസ്തു ആത്മാവ്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ളത് അതുമാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മെ വിട്ടുപിരിയും. നാം ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുമ്പോൾ നാം നേടിവെച്ച വസ്തുക്കൾ എല്ലാം നമ്മിൽ നിന്നും പിരിയും. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നമ്മെ വേർപിരിയുമ്പോഴും നമ്മെ വേർപിരിയാതെ എന്നും നമ്മോടൊപ്പമുള്ള ഉറ്റ സുഹൃത്ത് ആ ഈശ്വരനാണ്. ഈ ബോധം നമുക്കുണ്ടായാൽ ആ ഈശ്വരനെ നാം നമ്മുടെ സ്വന്തമായി നമ്മളിൽ തന്നെ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതിനെ ആ ഭാവത്തിൽ വിഭാവനം ചെയ്യുകയേ വേണ്ടൂ. അറിഞ്ഞാൽ ഇതെളുപ്പമാണ്. ഇപ്പണി അതിലഘുപാർത്താൽ ഇപ്പണി തന്നെ പ്രയാസവും ഓർത്താൽ. ഇതറിഞ്ഞാൽ ഈ പണി വളരെ എളുപ്പമാണ്. അറിഞ്ഞില്ലെങ്കിലോ ഇത് വളരെ വിഷമവുമാണ്. നാം ലോകം മുഴുവൻ ഓടി തെണ്ടി പരതി ക്ഷീണിച്ച് അവശരായി എന്നിട്ടും കണ്ടെത്താൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈ ഒരു സുഭാഷിതം നമ്മളെപ്പോഴും മനനം ചെയ്യേണ്ടതാണ്. ഇത് ഹൃദിസ്ഥമാക്കേണ്ടതാണ്. എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം, ഇത്ര സുലഭമായെന്തു വേറെ. സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും, സത്യമായി താനിതോ വർത്തിക്കുന്നു. സത്യമായിരിക്കുന്ന പരമാത്മാവ് സാധാരണക്കാർക്കും സ്വന്തമായിട്ടാണ് ഇരിക്കുന്നത്. അത് സത്യമായി തന്നെ എന്നും നിലനിൽക്കുന്നു. ഇത് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഉരുവിടാം. എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം, ഇത്ര സുലഭമായെന്ത് വേറെ. സത്യമാണ് ആത്മാവ് സാധാരണക്കാർക്കും, സത്യമായി താൻ ഇതോ വർത്തിക്കുന്നു.